കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. കുഞ്ഞിയുടെ വീടിൻ്റെ മുന്നിലൂടെയായിരുന്നു ഘോഷയാത്ര പോകുന്നത്. അതുകൊണ്ട് അവിടെ വിളക്കെല്ലാം വെച്ച് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു അറേഞ്ച്മെൻറ്റ്സിൽ എനിക്ക് യാതൊരു റോളും ഇല്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മെയിൻലി ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെയും അതുപോലെ തന്നെ എക്സാംസിൻ്റെയും സീസൺ ആണല്ലോ. അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു സെയിം ഡേ ഒരു എക്സാം. രാവിലെ എക്സാം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് തന്നെ വൈകിട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം പോയി ഉറക്കമൊക്കെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് സമയത്താണ് ഞാൻ കുളിച്ച് റെഡിയായി അവിടെ എത്തിയത്. ആദ്യം തന്നെ വന്നത് തെയ്യമായിരുന്നു. അവർ ഓരോരുത്തരും മുന്നോട്ട് പോകുമ്പോഴേക്കും അവിടെ ഒരുക്കി വെച്ചിരുന്ന വിളക്ക് നോക്കി തൊഴുതിട്ടായിരുന്നു പോകുന്നത്. അവർ വണങ്ങുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. ഉത്സവം എന്ന് പറയുമ്പോൾ എനിക്ക് കുഞ്ഞിലെ മനസ്സിൽ ഓർമ്മ വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഘോഷയാത്രയിൽ എന്തെല്ലാം ഐറ്റംസ് ആണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഒരു ചെറിയ ഭയവും. കാരണം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലൊരു ഉത്സവം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വളരെ ധൈര്യത്തോടുകൂടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഘോഷയാത്രയിൽ ദേവീദേവന്മാരുടെ വേഷത്തിൽ കുറച്ച് പേര് കാണത്തില്ലേ, അതിൽ ഭദ്രാദേവിയുടെ വേഷത്തിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ആൾക്കെൻ്റെ ധൈര്യം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. വെറുതെ നിന്ന് എന്നെ വന്ന് ബഹളം ഉണ്ടാക്കി പേടിപ്പിച്ചിട്ട് പോയി കളഞ്ഞു. ആദ്യം പിന്നെ ഏത് ഘോഷയാത്ര വന്നാലും കുറച്ച് ദൂരെ നിന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യും. ഇങ്ങനെയുള്ള പേടിപ്പിക്കുന്ന രൂപങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞാൽ മാത്രമേ എനിക്ക് ശ്വാസം വീഴത്തുള്ളൂ. അതുപോലെ ഇവിടുത്തെ ഉത്സവത്തിൽ ഞാൻ നോട്ടീസ് ചെയ്തതും എനിക്ക് നല്ലതെന്ന് തോന്നിയതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ തിടമ്പ് കൊണ്ടുവരുന്നത് ആനപ്പുറത്തല്ല. അത് ഈ വർഷം മാത്രമല്ല, 2-3 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ഇത് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ഘോഷയാത്രയായിരുന്നു. പക്ഷേ ചെറുതോ വലുതോ എന്നതല്ല, ആ കൊട്ട് അങ്ങനെ കേൾക്കുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പുറത്തിറങ്ങി ആ കൊട്ടിൻ്റെ സൗണ്ട് അടുത്തേക്ക് വരുന്നതും ശ്രദ്ധിച്ചിരിക്കും. ഇനി വന്നു കഴിഞ്ഞാലോ, ഇനി അതിലെന്തെല്ലാം ഐറ്റംസാണ് വരാനുള്ളത് എന്നറിയാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും. ഇതെല്ലാം പ്രായഭേദമന്യേ നമ്മളിൽ എല്ലാവരിലും കാണുന്ന ഒരു ഇമോഷനാണ്.